ഇവിടെ നമുക്ക് മാൻ പവർ കുറേ കൂടി സിമ്പിളാണ്. അപ്പം കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാൻ ആക്ച്വലി ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു കസിൻ വിനക്സ്, ആളുടെ ബ്രദർ അലക്സ് എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം എൻ്റെ ഒരു റിലേറ്റീവും കൂടെ ചേർന്നു അങ്ങനെ ബന്ധുക്കളുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് സെലക്ട് ചെയ്ത് 2 പേരുണ്ട്, എൻ്റെ ഫ്രണ്ട്സാണ് അവർ. കേരളത്തിൽ എവിടെയാണ് നിങ്ങളുടെ മെയിൻ ഹബ്ബ്? ചാലക്കുടിയിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ പ്രവർത്തനം. അല്ല, ഒരു സിനിമകളിൽ ഇപ്പോൾ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 2D to 3D ഇതിന് ട്രാൻസ്ഫറിങ്ങിന് നിങ്ങൾക്ക് ഫിലിംസ് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഒരുപാട് ആൾക്കാർ വേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങളിപ്പോൾ ഒരു സിനിമയ്ക്ക് മിനിമം നമുക്ക് 200 പേരെങ്കിലും ആവശ്യമുണ്ട്, ഫുൾ മൂവി 2Dയിൽ നിന്ന് 3D കൺവേർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ നിരവധി സിനിമകൾ വരുന്നത് കൊണ്ട് നമ്മളൊരു വലിയൊരു യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കേരളത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ റോട്ടോ സ്പെഷ്യലിസ്റ്റ്, പിന്നെ 3D കോമ്പോസിറ്റേഴ്സ്, അങ്ങനെ നിരവധി പേർക്ക് അതിനകത്ത് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹോളിവുഡ് മൂവീസ് എല്ലാം തന്നെ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പാതയിലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ജോലി സാധ്യതകളാണ് ഇതിനകത്ത്. സ്റ്റീരിയോസ്കോപ്പി എന്ന് പറയുന്ന ഫീൽഡിൽ ഒരുപാട് ജോലി സാധ്യതകൾ, നിരവധി ജോലി സാധ്യതകളുണ്ട്. അത് സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞപ്പോൾ മൊബൈലിൽ കണ്ടൻറ്റ് വേണം, പ്ലസ് ചാനലിൽ സീരിയൽസ് 3Dയിൽ ഷൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ അതിന് പഴയ സീരിയലുകൾ, നല്ല സീരിയലുകളുണ്ടെങ്കിൽ അതിനെ 3D ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ നിരവധി ഓപ്ഷൻസ്. അപ്പോൾ എല്ലാ ചാനലിലും തന്നെ 3D എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇനി ആവശ്യം വരുന്നത്. മുൻ എഡിറ്റേഴ്സ് ആണെങ്കിലും. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ താങ്കൾക്ക്? നിലവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. നമ്മൾ അങ്ങനെ ഒരു കാലിക്കറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി എപ്പിക് സ്റ്റുഡിയോസിൻ്റെ ഒരു സ്റ്റീരിയോസ്കോപ്പി ട്രെയിനിങ് സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓൾ ഇന്ത്യ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത്. ആവശ്യം ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. നമ്മളുടെ ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്ന സിനിമകൾക്ക് ആളെ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ബേസിക്കലി എന്ത് പഠിച്ച ആളുകൾക്കാണ് ഇത് പഠിക്കാൻ എളുപ്പം? ഫോട്ടോഷോപ്പ് അറിയാവുന്ന ഒരാളെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ കൂടെ ഫിലിമിനോടൊരു താല്പര്യമുള്ള ആളുകളെ കിട്ടുകയും തന്നെ നമുക്ക് വളരെയധികം ഫാസ്റ്റായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഇൻഫർമേഷനാണ്. ഈ മേഖലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്കും ഈ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇവരുടെ അഡ്രസ്സ് നമ്മൾ ഈ എപ്പിസോഡിൻ്റെ അവസാനം വെക്കുന്നതാണ്. ഇവരെ സമീപിക്കാം. ആ ട്രെയിനിങ് സെൻറ്ററിൽ ഫീസൊക്കെ ഉണ്ടാവും, അത് കൊടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഏതോ ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പെന്ന് പറയുന്ന പോലെയല്ല, ഇതിന് ജോലി തരാൻ കഴിയുന്ന ആളുകളുടെ ഓഫറാണ്. അപ്പോൾ അത് തരക്കേടില്ലാത്ത ഓഫറാണ്. എവിടെയാണ് ശരിക്കും ബേസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്? ദുബായാണ്. എപ്പിക് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബേസ് എന്ന് പറയുന്നത് ദുബായിലാണ്. എപ്പിക് മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു വേറൊരു ഡിവിഷനുണ്ട്, അത് കാനഡയിലാണ്. പിന്നെ ഇന്ത്യനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഗോവയിലാണ് നമ്മുടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഈ മറ്റു നാടുകളിൽ പോയി കഷ്ടപ്പെടാതെ അവർക്കൊക്കെ നല്ല ശമ്പളവും കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവർക്കും തന്നെ അതിന് നല്ല സാലറി കിട്ടാവുന്ന വിധത്തിലുള്ള ഒരു മേഖലയും കൂടിയാണ്. കാരണം സിനിമ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ഒരു ഇതുണ്ട്, ഒരു അവസ്ഥയുണ്ട്. അതിനകത്ത് തന്നെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ വലിയൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പഴയ സിനിമ ഈ ടെക്നോളജിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് ചിലവ് വരും? യഥാർത്ഥത്തിൽ ഹോളിവുഡ് ഒരു സിനിമ കൺവേർട്ട് ചെയ്യുന്നതിന് ഒരു മിനിറ്റിന് $6,000 ചാർജ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റിന് മിനിമം. അത് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഒരുപക്ഷെ ഹോളിവുഡിൽ അവർ അതിൻ്റെ 10 ഇരട്ടിയോ ഒക്കെ ചാർജ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ സ്റ്റുഡിയോകളെ ഏൽപ്പിക്കുന്നത്. പക്ഷേ മലയാളം സിനിമയ്ക്കൊന്നും ആ ഒരു ബഡ്ജറ്റിൽ കൺവേർഷൻ നടക്കാൻ സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ചെറിയൊരു പാക്കേജാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം മീശമാധവൻ 3D ഫോമാറ്റിലേക്ക് മാറ്റണം. 2 മണിക്കൂർ 50 മിനിറ്റ് ഡ്യൂറേഷനുള്ള 2 മണിക്കൂർ 45 മിനിറ്റോളം ഡ്യൂറേഷനുള്ള സിനിമയാണ്. എന്തായിരിക്കും നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഞാൻ അതിനെ കണ്ടിരിക്കും, നമ്മളത് ചെയ്തിരിക്കും. ചാർജ് പറയില്ല. ഈ ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ടെക്നീഷ്യൻസ് ഒക്കെ തന്നെ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. എഡിറ്റേഴ്സിനൊക്കെ എഡിറ്റേഴ്സ്, അതുപോലെ DA ചെയ്യുന്നവർ, അല്ലെങ്കിൽ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നവർ, എല്ലാവരും തന്നെ ഈ ടെക്നോളജി സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അല്ല, ഇതിൻ്റെ പ്രൊജക്ഷനും ഒക്കെ തിയേറ്ററിൽ ഇത് കാണണമെന്നുണ്ടെങ്കിൽ കണ്ണാടി വേണ്ടി വരും. സ്റ്റീരിയോസ്കോപ്പിയിൽ പല വിഭാഗങ്ങളുണ്ട്. അനാഗ്ലിഫ് എന്ന് പറയുന്ന ഒരു പഴയ മെത്തേഡുണ്ട്. അത് ചുവപ്പും പച്ചയും
അതുപോലെ ചുവപ്പ് നീല ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട്, അത് ഈ ഗ്ലാസ് 2 കളറിൽ വയ്ക്കുന്നതിന് കാരണമുണ്ട്. നമ്മൾ കാണുന്ന ഇമേജ് അല്ലെങ്കിൽ വീഡിയോ നമ്മുടെ ലെഫ്റ്റ് ഐയിലൂടെ നമ്മൾ കാണുന്നത് ഒരു കളറിലുള്ള വീഡിയോ മാത്രമായിരിക്കും. നമ്മുടെ കണ്ണ് ഫോക്കസ് ചെയ്യുന്നത് ഈ ബ്ലൂ കളറിലുള്ള ഇമേജിന് മാത്രമായിരിക്കും ആ സമയത്ത് ഫോക്കസ് ചെയ്യുന്നത്. റെഡ് കളറിലുള്ള ഇമേജിന് ഒരു കണ്ണും ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ കണ്ണ് രണ്ടും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 3D ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്ന ടെക്നോളജി. പിന്നീട് വരുന്നതാണ് ലിനിയർ പോളറൈസ്ഡ് ടെക്നോളജി. നമ്മൾ പഴയ കുട്ടിച്ചാത്തിന് കാണുമ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് കളറുള്ള ഗ്ലാസ്സാണ്. പക്ഷേ അത് നമുക്ക് തലയൊന്നും അനക്കാൻ പറ്റില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നമുക്ക് 3D ഫീൽ ചെയ്യുള്ളൂ. ചെരിഞ്ഞാൽ 3Dയുടെ ഫീലിംഗ് പോകും. കാരണം അത് ലീനിയർ പോളറൈസേഷനാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ടെക്നോളജി സർക്കുലർ പോളറൈസ്ഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടാണ്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ഇപ്പോഴത്തെ ലക്ഷറി തിയേറ്ററുകളിൽ പോയിരുന്നിട്ട് വളരെ സുഖമായിട്ടിരുന്ന് കാണാവുന്ന ടെക്നോളജിയാണ് ഈ പറയുന്ന സർക്കുലർ പോളറൈസ്ഡ് ടെക്നോളജി. പക്ഷേ സ്റ്റീരിയോസ്കോപ്പിൽ തന്നെ കണ്ണടയില്ലാതെ ഓട്ടോ സ്റ്റീരിയോസ്കോപ്പിക് ടെക്നോളജിയും കൂടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ലാപ്ടോപ്പിൽ വന്നിട്ടുണ്ട്, മൊബൈലിൽ വന്നിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ടെക്നോളജിയിൽ, ഈ 3D ടെക്നോളജിയിൽ പ്രിൻറ്റിങ് മുതൽ ഓട്ടോ സ്റ്റീരിയോസ്കോപ്പി വരെയുള്ള എല്ലാ ടെക്നോളജിയും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിദേശത്തു നിന്നും പണ്ട് വളരെ അത്ഭുതത്തോടു കൂടി കണ്ട ഒരു ഫോട്ടോയാണ് ബേസിക്കലി ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം. പണ്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് എനിക്ക് കിട്ടിയിരുന്നു. ആ ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾ ഉരച്ചു നോക്കി അതെങ്ങനെയാണ് ഇതിൻ്റെ 3D വന്നതെന്നുള്ളൊരു ആകാംക്ഷയുണ്ടായി ഒരു 5 വർഷം മുമ്പ്. അപ്പോൾ അതാണ് ചുരണ്ടിയാണ് നമ്മൾ ഫോട്ടോ എന്ന് പറയുന്ന 3D ടെക്നോളജിയിലെ 3D ലെൻറ്റിക്കുലർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തു. തൃശ്ശൂർ നമ്മൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നിയത്, എന്തിനാണ് നമ്മളൊരു സ്റ്റാറ്റിക് ഇമേജസിൽ മാത്രം 3D എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്? വൈ കാൻ വി ഗോ ഫോർ മൂവി?